മുംബൈയിലെ ഐക്കോണിക് ലാൻഡ്മാർക്കാണ് ഇത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാൻ ഏകദേശം ഒരുപാട് ടൂറിസ്റ്റ് മുംബൈയിൽ വരുന്നുണ്ട്. ഇത് താജ് ഹോട്ടൽ. ഇത് രണ്ടും അടുത്തടുത്ത്, ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ഇവിടെ ഇപ്പം ഈ ഗേറ്റ് വേന് നല്ല തിരക്ക് മാത്രമല്ല, സ്പേസും കുറഞ്ഞ്. ടൂറിസ്റ്റ് എല്ലാം വരുമ്പോൾ ഇവിടെ ഒരുപാട് കൺസേർട്ടും അതുപോലെ ഷോസ് എല്ലാം വെച്ച് എല്ലാം സ്പേസ് കുറഞ്ഞ് ആ ഏരിയയെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞവർ. ഇത് കണ്ടോ, ഇപ്പോൾ നിങ്ങൾ ഈ ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ ബോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്. അവിടുന്ന് ചെറിയ ചെറിയ ബോട്ട് പോകുന്നുണ്ട് ചെറിയ ചെറിയ ഐലൻഡിലേക്ക്. അതിൽ ഏറ്റവും കൂടുതൽ ആൾ പോകുന്നത് അലിബാഗ് എന്ന് പറഞ്ഞൊരു ഐലൻഡാണ്. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര. അപ്പോൾ ബോട്ട് ചാർജസ് എന്ന് പറയുമ്പം 150 to 200 rupees വരും പെർ ഹെഡ്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് താമസിക്കാം. അവിടെ ബീച്ചാണ്. അപ്പം ബീച്ച് ആക്ടിവിറ്റീസും പിന്നെ അവിടെ റിസോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് താമസിക്കാൻ. ഒന്നിക്ക് നിങ്ങൾക്ക് അവിടെ പോയി അന്നേക്കൊന്ന് തിരിച്ചു വരാം, ഇല്ലെങ്കിൽ അവിടെ താമസിച്ച് 1-2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്യാം. പിന്നെ ഷോർട്ട് ട്രിപ്സ് ഉണ്ട്, അരമണിക്കൂറിൻ്റെ ബോട്ട് റൈഡ് ഉണ്ട്. അതുപോലെ ഇവിടുന്ന് എലിഫൻ്റ് കേവ്സിലേക്ക് പോവാം. അങ്ങനെ അതിന് വേറെ ഒരു സെപ്പറേറ്റ് ബോട്ട് ഉണ്ട്. അവിടെ ഒരു ചെറിയൊരു കേവ് കോംപ്ലെക്സ്, പണ്ടത്തെ ബുദ്ധിസ്റ്റ് കേവ് കോംപ്ലെക്സ്. അങ്ങനെ ഇവിടെ ബോട്ട് റൈഡ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിരിക്കാൻ നല്ല രസമാണ് ഇവിടെ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ ഭാഗത്തെല്ലാം. ഇനി നിങ്ങൾക്ക് അതെല്ലാം അരമണിക്കൂറിൻ്റെ ഒരു ബോട്ട് റൈഡ് ആണെങ്കിൽ അതും ഉണ്ട്. ഇനി സ്പീഡ് ബോട്ട് പോകണമെങ്കിൽ സ്പീഡ് ബോട്ടും ഉണ്ട്. യോട്ട് പോകണമെങ്കിൽ യോട്ടിൻ്റെ ബുക്കിംഗ് ഉണ്ട്. ലക്ഷറി ക്രൂസ് ആണെങ്കിൽ അതും ഉണ്ട്. ഏത് തരം ബോട്ട് റൈഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിൽ വരികയാണെങ്കിൽ കുറച്ച് നേരത്തെ വരിക, കാരണം നല്ല തിരക്കുണ്ടാവും. നല്ല തിരക്ക് ഇപ്പോൾ ഈ ടൂറിസ്റ്റ് പീക്ക് സമയമാണ്. അപ്പം ഇന്ത്യൻ ടൂറിസ്റ്റ് തന്നെ ഉണ്ടാവും, അതുപോലെ ഫോറിനേഴ്സ് കുറവാണ് പൊതുവെ. ഇന്ത്യൻ ടൂറിസ്റ്റ് തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഗേറ്റ് വേൻ്റെ ആ റോഡും ആ സ്ഥലമെല്ലാമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ മുംബൈയിലെ ഡബിൾ ഡെക്കർ ബസ്സിന് കാത്തിരിക്കുകയാണെങ്കിൽ കുറച്ച് സമയം നിങ്ങൾക്ക് ക്യൂവിൽ കാത്തിരിക്കേണ്ടി വരും. കാരണം ബസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം ക്യൂ സിസ്റ്റം ലൈനിൽ നിൽക്കണം. ഇതിപ്പോൾ നമ്മൾ ദൈവങ്ങളെ ഫോട്ടോ എല്ലാം കാണുന്നത് മരത്തിൻ്റെ മുകളിൽ, അവിടെയുള്ളൊരു ആൽമരത്തിൻ്റെ മുകളിൽ. ഇത് CST റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഡബിൾ ഡെക്കർ ബസ്സാണ്. ബസ് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾ ക്യൂവിൽ കാത്തിരിക്കണം. ഇല്ലെങ്കിൽ CSTന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഷെയറിംഗ് ടാക്സി കിട്ടും. ഷെയറിംഗ് ടാക്സി ഒരാൾക്ക് 40 രൂപ എടുക്കും. അതുപോലെ നിങ്ങൾക്ക് ഇവിടുന്ന് മെറീൻ ഡ്രൈവ് പോകണമെങ്കിൽ ഇവിടുന്ന് ഷെയറിംഗ് ടാക്സി കിട്ടും. ഇല്ല അതല്ല നിങ്ങൾ ടാക്സി സ്വന്തമായിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 100 രൂപ CSTയിലേക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. ബസ്സിന് കുറച്ച് ക്യൂവിൽ കാത്തിക്കേണ്ടി വരും. അപ്പോൾ അധികം ഡബിൾ ഡെക്കർ ബസ്സാണ് ഈ ഭാഗത്തെല്ലാം വരുന്നത്. നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് CSTയിലേക്ക് നടന്നു പോകണമെങ്കിൽ ഒരു 15 മിനിറ്റ് നടക്കേണ്ട കാര്യമില്ല. ആൾക്കാരിങ്ങനെ വന്ന് പോകുന്നുണ്ട്, വന്നിറങ്ങുന്നുണ്ട്. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്, സമയം ഇങ്ങനെ പോവും നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ വന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അടുത്ത് നല്ല 2 ഓപ്ഷൻസ് ഉണ്ട്. നോൺ വെജ് ഓപ്ഷൻസാണ് എനിക്കറിയുന്നത്. ഇനി വെജിറ്റേറിയൻ ഓപ്ഷൻസിനെ പറ്റി എനിക്ക് അത്ര അറിയില്ല. പക്ഷേ പിസ്സ ആണെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ പിസ്സ എക്സ്പ്രസ് ഉണ്ട്. അതുപോലെ ഇവിടെ ഈ ബാഗ്ദാദി റെസ്റ്റോറൻറ്റ് ഉണ്ട് തൊട്ടടുത്ത് തന്നെ. ഒരു നല്ല ഓപ്ഷനാണ് ഇവിടെ.